ബ്ലോക്കാക്കാൻ പറ്റുന്നില്ല ഈ നാശം പിടിച്ച്. എടാ ഫോർച്യൂൻ നിന്റെ അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ തള്ള. ഈ വോയിസും കൂടെ കൊണ്ടുപോയി ആഡ് ചെയ്യടാ. പട്ടിപ്പോലെ ആടി മോനെ. പഞ്ചായത്ത് വേശിക്കൊണ്ടായവനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായ പടക്കക്കടയുടെ മോനെ, നിന്റെ അമ്മയുടെ പോടാ. നിന്റെ കയ്യിൽ കൊച്ചിൻ വെച്ചിരിക്കുന്നില്ലേ, അതിനെയും കൂടെ വിറ്റ് തിന്നാണ് നീ. പടക്കശാലയാണ് മൊത്തം. നിന്റെ തള്ളയും നിന്റെ ഭാര്യയും നിന്റെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല. ചേട്ടാ, ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചേട്ടന് മെസ്സേജ് ഇടുക. സഫീനാത്തയുടെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചേട്ടൻ ഒന്ന് കയറിയിട്ട് നോക്കുവോ. കാരണം എന്നെയും ചേട്ടനെയും തമ്മിൽ വളരെ മോശമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സഫീനാത്ത ഒന്ന് കയറി നോക്കുവോ. എല്ലാവർക്കും നമസ്കാരം. ഷഫീന ബീബി തെറുത്താത്ത എന്നാണ് മുന്നേ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ആരും വിളിക്കുന്ന കാണാറില്ല. മുന്നേ ഈ തെറുത്താത്ത എന്ന് വിളിച്ചുകൊണ്ടിരുന്നതിന് ഒരു റീസണുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒലിവിയ ഡിസൈൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം. പിന്നെ രേണുസുതി വിഷയത്തിൽ ഒരു പെൺകുട്ടി രേണുസുതിക്ക് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും അവരെയും കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇന്ന് ആ പെൺകുട്ടിയുടെ ജീവിതം, അത് എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടല്ല, അവരെ കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം കുളം തോണ്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സന്തോഷ വാർത്ത. ഇങ്ങനെ ആവണം. റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന എത്തിക്സ് ഭയങ്കരമാണ്. ഇതെല്ലാം കൊള്ളാം. ആദ്യം രേണുസുതിയുടെ കേസ് ഞാനൊന്ന് പറയാം. രേണുസുതിയുടെ ഈ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ ആരടുത്തും പറഞ്ഞില്ല. പറയാത്തതിൻ്റെ റീസൺ എന്തിന് എന്നുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ആദ്യം ഞാനിത് കേട്ട സമയത്ത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അന്വേഷിച്ചു, അറിഞ്ഞു. ഞാൻ വീഡിയോ ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല. ഞാൻ എന്തിനു വീഡിയോ ചെയ്യണം? അതുപോലെ തന്നെ ആ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റായിട്ട് രേണുവിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു നിന്റെ അവസ്ഥ നിനക്ക് തന്നെ അറിയാം, നന്നായി കൂടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. കാരണം ഒരാൾക്ക്, അത് നമ്മുടെ ശത്രുക്കളായാൽ കൂടി, നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു അസുഖം വരണമെന്ന് ആഗ്രഹിക്കരുത്. തെറ്റാണ്. അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു ആയാൽ കൂടി ആഗ്രഹിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. രേണുവിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള, കളിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, അല്ലേ? നിങ്ങൾ വീഡിയോസ് കാണാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ രേണുവിന് വരണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഞാനല്ലാണ്ട് വീഡിയോസ് ചെയ്യും, അവളെ എക്സ്പോസ് ചെയ്യും, അവൾ കാണിക്കുന്ന ഉടായ്പകൾ. അവൾ മാത്രമൊന്നുമല്ല, ആര് ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിച്ചൂരി ഒട്ടിക്കും. അല്ലാണ്ട് ഒരാൾ നശിച്ച് ഇതുപോലത്തെ ഒരു അസുഖം വരണമെന്നൊന്നും ഞാൻ എൻ്റെ ഒരു ചിന്തയിലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അറിഞ്ഞ സമയത്ത് ഞാൻ ഞെട്ടി. സീരിയസ്ലി പറയാമല്ല, ഞെട്ടി. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് അത് വേറെ രീതിയിലൊക്കെ, ഞാൻ ഇപ്പോഴും എന്തൊക്കെയോ പറയുന്ന പോലത്തെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഓക്കെ, ഞാൻ ആദ്യം അറിഞ്ഞ സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഇനി റീച്ചിന് വേണ്ടിയിട്ടുള്ള വല്ല സംഭവം ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ആദ്യം ചിന്തിച്ചു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം രേണുസുതിയല്ലേ. പല ഉടായ്പകളും നമ്മൾ പൊളിച്ചടുക്കിയിട്ടുള്ളതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പിന്നെ ഞാൻ അറിഞ്ഞു ഉള്ളതാണെന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് കൂടുതൽ അതിനെപ്പറ്റി കണ്ടന്റ് ചെയ്യാൻ ഒന്നിനും ഞാൻ നിന്നില്ല. പകരം ഞാൻ ചെയ്തത് ലാസ്റ്റ് വീഡിയോയിൽ ഒരു പൊടിക്ക് അടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. എൻ്റെ മനസ്സിൽ ഈ സംഭവം കിടപ്പുണ്ട്. ഏത് ഇവർക്ക് ഇങ്ങനെ ഒരു വിഷയമുള്ളത് എൻ്റെ മനസ്സിൽ കിടപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും നന്നായിക്കൂടെ, നിന്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് അതിൽ നീ അതിന് മുന്നത്തെ വീഡിയോയിൽ ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ രേണുവിൻ്റെ ഒരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം. രേണു ആ പോസ്റ്റ് മുക്കി. ആ പോസ്റ്റിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ഐ എം എ ഫൈറ്റർ, അത് സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അത് ടൈറ്റിലൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ മാറ്റി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ഇത് വരാതിരിക്കട്ടെ. ഞാൻ എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു ഇതല്ല, ഒരിക്കലും എന്തു പറയാം, നല്ലൊരു സംഭവമല്ല ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ. അത് അങ്ങനെയാണ്. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റിയിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് വേറൊരു സാധനത്തിനെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കെന്തോ വേറെ ലെവലിൽ റിഗ്രറ്റ് ആയിരിക്കും എനിക്ക് അടിച്ച് ഉള്ളിൽ കിടക്കുന്നത്. കാരണം അത്രയ്ക്ക് കാട്ടവരാതൊന്നും തന്നെ പറയേണ്ടി വരും. കാരണം ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യില്ല. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരുന്നും കൊണ്ട് കാണിക്കുന്ന കൊണവധികാരം കണ്ടു കഴിഞ്ഞാൽ സഹിക്കത്തില്ല. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ ഈ വീഡിയോ കാണരുത്. കാരണം ഞാനിനി കൊടുക്കാൻ പോകുന്ന വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാതെ പച്ചത്തെറിയാണ്. ഈ സ്ത്രീ ഒരു കുട്ടിയെ അടക്കം വച്ച് ചേർത്ത് വിളിച്ചിട്ടുള്ള പച്ച അപരാധമാണ്. എങ്ങനെയാണ് ഇവർക്കൊരു കുട്ടിയെ അടക്കം വെച്ചിട്ട് ഇമാതിരി പച്ചത്തെറി വിളിക്കാൻ തോന്നിയത്? ഇങ്ങനെയുള്ള ഇവരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ന് എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കയറി ചെയ്യുന്ന അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നല്ല.
പിന്നെ ഇവരുടെ കമൻറ്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്തു. എനിക്കെതിരെ ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സാണ് ഞാൻ ചെക്ക് ചെയ്തത്. അതിൻ്റെ റീസൺ, ഞാൻ ഇവരുടെ വീഡിയോ കാണാറില്ല. നിലപാടില്ലാത്തൊരു സാധനമാണ്. നിലപാടില്ല, നിലവാരമില്ല, എത്തിക്സ് ഇല്ല, ഒരു കോപ്പും ഇല്ലാത്തൊരു സാധനമാണ്. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കും. അതേ ടീമാണ് ഞാൻ. അതുകൊണ്ട് ഇനി ഇവരുടെ വീഡിയോസ് കാണാറില്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞാൽ ഞാൻ കാണാറില്ല. എന്നിട്ട് ഇവരുടെ വീഡിയോ, എനിക്കെതിരെ ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്ത്, ഞാൻ ഇവരുടെ വീഡിയോ കാണുന്നത് ഈ രേണു കണ്ടന്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുണ എങ്കിൽ കൊത്തില്ല, അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള സാധനം മാത്രം ഞാൻ എടുത്തുകൊണ്ട് പോകും. അല്ലാണ്ട് ഞാൻ ഇവരുടെ വീഡിയോ കാണാറില്ല. അങ്ങനെ ഞാൻ എനിക്കെതിരെ ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ ഫുൾ എനിക്കെതിരെയാണ്. ഞാൻ നോക്കിയപ്പോൾ പ്രൊഫൈലല്ല ഇവരെ പോലത്തെ നല്ല ഒന്നാം തരം ചിമിട്ട് സാധനങ്ങൾ, ഒന്നും വിവരം ബോധം പൊക്കണോ ഇല്ലാത്ത കുറേ ടീംസ് അതിൻ്റെ അകത്ത് കിടന്ന് മെഴുകുന്നുണ്ട്. എന്തായാലും ഈ സാധനത്തിന്റെ ഒരു വോയിസ് ഞാൻ അങ്ങോട്ട് കൊടുക്കാം, കേട്ടോ. ഈ വോയിസും കൂടെ കൊണ്ടുപോയി ആഡ് ചെയ്യടാ, പട്ടിപ്പോലെ ആടി മോനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായവനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായ പടക്കക്കടയുടെ മോനെ, നിന്റെ അമ്മയുടെ പോടാ, നിന്റെ കയ്യിൽ കൊച്ചിൻ വെച്ചിരിക്കുന്നില്ലേ അതിനെയും കൂടെ വിറ്റ് തിന്നാ നീ. പടക്കശാലയാണ് മൊത്തം. നിന്റെ തള്ളയും നിന്റെ ഭാര്യയും നിന്റെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് ഈ സ്ത്രീയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? 2 വർഷം മുന്നേ ഈ വോയിസ് പബ്ലിക് കേരളയിൽ വന്നിട്ടുള്ളതാണ്. 2 വർഷം മുന്നേ ഉള്ള വോയിസാണ് ഞാൻ ഇപ്പോൾ കൊണ്ട് കേൾപ്പിച്ചത്. ഇത് കേൾപ്പിക്കാനുള്ള റീസൺ, ഒരു കൊച്ചു കുട്ടിയെ അടക്കം ഇത്രയും പച്ച അപരാധം പറഞ്ഞ് ഇവളെയൊക്കെയാണോ നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഇവളെന്ന് തന്നെ വിളിക്കും. അതിൻ്റെ റീസൺ, ഇവർ വന്നിട്ട് മാമനെന്നല്ലേ എന്നെ വിളിച്ചത്. അപ്പം എന്നെക്കാൾ ഇളയതല്ലേ? ഏത് അതിൽ മാമ എന്ന് വിളിച്ചിട്ടാണ് വീഡിയോ. അപ്പം എന്നെക്കാൾ ഇളയതല്ലേ, നമ്മൾ ഇളവനായേ. അയ്യോ കുമരിയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവളെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പോൾ ഇവളെ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. ഇത്രയും കാട്ടപരാധം ഒരു കൊച്ചിനെ അടക്കം വെച്ചിട്ട് ഇമാതിരി അപരാധിച്ച ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ എന്ത് പറയാനാ? അതുപോലെ ഇതൊന്നുമല്ല, ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. ചരിത്രം ഒരുപാടുണ്ട്. ചെകഞ്ഞു കഴിഞ്ഞ കനൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റം. പണ്ട് ഞാൻ ഒരു ഫൈറ്റ് ഉണ്ടായ സമയത്ത് ഇവരെനിക്കെതിരെ പല സ്റ്റേഷനുകളിലും കൊണ്ട് കേസ് കൊടുത്ത് ഒറ്റ സ്റ്റേഷനിൽ പോലും കേസ് എടുത്തിട്ടില്ല. അതിൻ്റെ റീസൺ പോലീസുകാർക്ക് തന്നെ അറിയാം. ഞാൻ ഒരു സ്റ്റേഷനിൽ തന്നെ പോലീസ് വിളിച്ച സമയത്ത് നമ്മൾ സാറേ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കും, ഞാൻ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല, പകരം അവരെൻ്റെ പച്ച തെറിയാണ് എൻ്റെ അമ്മയൊക്കെ വെച്ചിട്ട് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ കേസ് എടുക്കാന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കേണ്ടി വരും. അവസാനം പോലീസുകാർ എന്നോട് പറഞ്ഞത്, എടാ നീ ഒരു കാര്യം ചെയ്യും, നീ ഇനി അവരുടെ ഫോട്ടോസൊന്നും വയ്ക്കാതെ, ഇത് വലിയ ശല്യമാണ് ഇവിടെ. ആ സെറ്റപ്പിൽ പോലീസുകാർ എന്നോട് സംസാരിച്ചു. ഫോട്ടോസൊന്നും വയ്ക്കാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്യും, ഇവരുടെ പേരും ഫോട്ടോ ഒന്നും വയ്ക്കാണ്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ പിന്നെ തെറിത്താത്ത എന്നുള്ള ലേബലിൽ ഇവർക്കിട്ട് ടൈറ്റിലിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ പഴയ ചരിത്രം, 2 വർഷം ബാക്ക്. അതിൻ്റെ ഇടയ്ക്കാണ് കാതർ കരിപ്പോടി ഇവർക്കിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തൊരു വീഡിയോ ഇട്ടതാണ് പബ്ലിക് കേരള. അതിലാണ് ഈ വോയിസ് വന്നിട്ടുള്ളത്. ഏത് ഈ ഒരു കൊച്ചിനടക്കം പച്ച തെറി പറയുന്ന ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ഒരു സ്ത്രീ. നമ്മുടെ ശത്രുക്കളായാൽ പോലും നമ്മൾ ചിലപ്പോൾ അവരെ പച്ച തെറി വിളിക്കും. ഞാൻ തെറി വിളിക്കാത്ത മോനൊന്നുമില്ല, തെറി വിളിക്കും. പക്ഷെ ഒരു കൊച്ചിന് നിങ്ങൾക്ക് പറ്റുമോ? ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പറ്റുമോ തെറി വിളിക്കാൻ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിളിക്കാനുള്ള മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു കഴുപ്പണം കെട്ട മൈൻഡ് സെറ്റുള്ള സാധനമാണ് ഇതൊക്കെ. ഇതിനെ ഒന്നും ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യില്ല. ഇന്നലെ വന്നിരുന്ന് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം. എന്തിന്? ഒരു പെൺകുട്ടിയെ എന്നെ വിട്, എൻ്റെ ലൈഫ് വിട്, പോട്ട്, എനിക്ക് ഓപ്പോ എനിക്കിതൊന്നും കേട്ടാൽ ഞാൻ കൊലുക്കത്തില്ല. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് ഇവർ ഇന്നലെ കളിച്ചത്. ആ പെൺകുട്ടിയെ എന്നെയും വെച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഓക്കെ എന്നെ നോക്കണ്ട, എന്നെ വിട്, ഞാൻ എന്തോ തേങ്ങ ആയിക്കൊണ്ട് വിട്ട്. പക്ഷേ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടി, അതും ആ പെൺകുട്ടി അറിഞ്ഞ കാര്യം എൻ്റെയും വീഡിയോ ഇവരുടെയും വീഡിയോ ആ പെൺകുട്ടി കാണും. ഇവരുടെ അടുത്ത് പോയി പെൺകുട്ടി കാര്യമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ അവരുടെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ രേണുവിന് ഇങ്ങനെ ഒരു കേസുണ്ട്, സംഭവം അവരുടെ സഹോദരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെക്കപ്പിന് വന്ന് സ്ഥിരീകരിച്ച കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ അവരുടെ അടുത്തും പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അവരുടെ അടുത്തും പോയി പറഞ്ഞു. അവരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് എന്നിട്ട് ഈ പെൺകുട്ടി ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് എൻ്റെ വോയിസും കൂടി കൊടുത്ത്. അങ്ങനെ എൻ്റെ വോയിസ് എടുത്ത് ഇവർ വീഡിയോ ചെയ്തു. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. രേണുവിൻ്റെ ഈ കേസ് പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ വീഡിയോ ചെയ്യത്തില്ല. ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്ത കേസാണ്. എന്തിനാണ്? ഒരാൾക്ക് അസുഖം വന്ന് എടുത്ത് കണ്ടന്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അതുവരെ കണ്ടന്റ് ആക്കി വിൽക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഒരാളുടെയും പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഇടിച്ചു കയറി താങ്ങാറില്ല. സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന കണ്ടന്റുകൾ എടുത്ത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതിൽ എന്തെങ്കിലും വന്നിട്ട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പേഴ്സണലിൽ കാര്യങ്ങളൊന്നും എടുത്ത് ഞാൻ ഇടാറുണ്ട്. അല്ലാണ്ട് ഞാൻ ആരുടെ പേഴ്സണലിൽ പോയിട്ട് ഇടിച്ചു കയറി ചെകഞ്ഞെടുക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ഒന്ന് പച്ചക്കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത്
കിണ്ടി പൊക്കി അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പുറത്തിടാറുണ്ട്. എന്നാൽ ഇവർ ഒരാളുടെ അസുഖം അതിനെ വരെ വിറ്റ് ജീവിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആരായിക്കൊണ്ടോട്ടെ, ഇപ്പോൾ രേണു ആരോ ഹൂവർ ആരെങ്കിലും ആയിക്കൊണ്ടോട്ടെ, ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ വരെ ഇവരെടുത്തു വെച്ച് അങ്ങോട്ട് കണ്ടന്റ് ആക്കുകയാണ്. അപ്പം അവർക്ക് മുഖ്യം കണ്ടന്റാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൊണച്ച ഡയലോഗ് വരെ അടിച്ച്, ഞാൻ രേണുവിനോടൊപ്പം നിൽക്കുമെന്ന്, അവൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കും, നീ എന്നാ പോയി നിൽക്കുന്നത്? അയ്യോ, ഇല്ലാത്ത കള്ളക്കേസ് കൊണ്ട് അവളുടെ തലയിലിട്ട്, ഏത് സ്വർണ്ണക്കടത്ത്, ബാക്കി അപരാധങ്ങളൊക്കെ ഓക്കെയാണ്, അതെനിക്കും അറിയാം. പക്ഷെ സ്വർണ്ണക്കടത്തൊന്നും അവൾ നടത്തിയിട്ടില്ല. അതിനുള്ള ബുദ്ധിയും ബോധം വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്. ഇനി കസ്റ്റംസിൽ അവിടെ ഇരിക്കണമാർ കിഴങ്ങ് പറിക്കാനല്ലേ ഇരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇല്ലാത്ത കള്ള കേസുകളടക്കം ഒരു തീരെ തലയെ കൊണ്ടിട്ടിട്ട് ഇപ്പം നീ സഹതാപം ഉണ്ടാക്കി ഇറങ്ങാൻ വേണ്ടി ഇരിക്കണ നീ എവിടത്തവളാ? നീ എന്നാ സഹതാപം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഇപ്പോൾ? പുച്ഛമാണ് എനിക്ക് തോന്നുന്നു, പുച്ഛം. നാളെ നീ എന്നെ തെറി വിളിക്കുമായിരിക്കും, എടുത്തു വെച്ച് വിളി. എനിക്ക് ആണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇതോടെ ഈ ഒരൊറ്റ വീഡിയോയുടെ എൻ്റെ ലാംഗ്വേജ് ഞാൻ കീപ്പ് ചെയ്ത് മാന്യമായിട്ട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ഒരൊറ്റ വീഡിയോയുടെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഒരൊറ്റ വീഡിയോയുടെ ഞാൻ ചിലപ്പോൾ നിർത്തും എൻ്റെ ഈ ലാംഗ്വേജ്. എൻ്റെ പല ഫ്രണ്ട്സും പല സബ്സ്ക്രൈബേഴ്സും ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എടാ, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയല്ല. ഓക്കെ, പക്ഷേ എനിക്കിങ്ങനെ അപരാധങ്ങൾ കാണുമ്പോൾ എനിക്ക് 10 പറയാതെ പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു മൈൻഡിലോട്ട് ഞാൻ പോകുന്നതാണ്. അതാണ് സംഭവിക്കുന്നത്. ഈ സ്ത്രീയൊക്കെ പറയുന്ന പച്ചക്കള്ളം, അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കും. ഒരു ഇൻഫർമേഷൻ അറിഞ്ഞപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് പോയി പറഞ്ഞു കൊടുത്തതാണ്. അവസാനം ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ആ പെൺകുട്ടിയെ ഒരുമാതിരി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട്, നീ ഇപ്പോൾ 15 മിനിറ്റിനകത്ത് എനിക്ക് സാധനം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ മറ്റേ ഏറി കയറ്റി കളയും, ഇങ്ങനത്തെയൊക്കെ രീതിയിൽ പറഞ്ഞ് എന്തൊക്കെ രീതിയിൽ ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നറിയാമോ? എന്ത് പുച്ഛമാണ് എനിക്ക് നിങ്ങൾ തോന്നുന്നതെന്ന് അറിയാമോ? എന്നിട്ട് കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, ആ പെൺകുട്ടിയുടെ ലൈഫ് വെച്ചിട്ടാണ് കളിച്ചത്. കല്യാണം കഴിഞ്ഞതായാലും കഴിയാത്തതായാലും എന്തോ തേങ്ങ ആയിക്കോട്ടെ, ആ പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് ഇവർ കളിച്ച്. ഇവർ പറഞ്ഞ എന്താ, എൻ്റെ സെറ്റപ്പാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എൻ്റെ ലൈഫ് നോക്കണ്ട, പോട്ട്, എനിക്ക് ആണ് ഇവരെന്ത് തേങ്ങ പറഞ്ഞാൽ. പക്ഷെ ആ പെൺകുട്ടി ഓർത്തോ, ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി, ഫോൺ നമ്പർ, ഇൻസ്റ്റാഗ്രാം ID, സകല ഫോട്ടോസ് എല്ലാം എടുത്ത് ഇവർ എക്സ്പോസ് ചെയ്യില്ലേ? എന്താണ് ഈ സ്ത്രീയുടെ പ്രശ്നം? ഇവർക്ക് എന്താണ് ഇവരുടെ പ്രശ്നം? എനിക്കതാണ് അറിയേണ്ടത്. ഇത്രയും മ്ലേച്ഛകരമായിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനത്തിന് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ അതപ്പതിക്കരുത്. എന്തും കണ്ടന്റ് ആക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരാൾക്ക് അസുഖം വന്നതിനെ വരെ എടുത്ത് കണ്ടന്റ് ആക്കി വിൽക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ മെന്റാലിറ്റി ഇത് കോപ്പാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഗതികേട് കൊണ്ടാണ് അതെടുത്ത് കണ്ടന്റ് ആക്കി, ഗതികേട് കൊണ്ട്. നിങ്ങൾ എൻ്റെ വോയിസ് അടക്കം എടുത്ത് വിട്ടതുകൊണ്ട് എനിക്ക് പറയേണ്ട ഗതികേട് വന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ഗതികേട് കൊണ്ട് ഞാനതെടുത്ത് കണ്ടന്റ് ആക്കിയതാണ്. വൃത്തികെട്ട സാധനം, മാനുഷപ്പറ്റില്ലാത്ത സാധനം. ഇതൊക്കെ എന്ത്, എവിടെ നിന്നാണ് നീയൊക്കെ വന്നേ? എവിടെ നിന്ന്? ഓക്കെ, രേണുസുതിയെ നിങ്ങൾ ട്രോളിക്കോ, എക്സ്പോസ് ചെയ്തോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എടുത്തിട്ട് അലക്ക് റോസ്റ്റ് ചെയ്ത് വലിച്ചിക്കീറി ഒട്ടിക്ക്. പക്ഷേ അസുഖം, അതെന്ത് അസുഖമാണ്? പനിയും മറ്റേ വയറിളക്കമൊന്നല്ല. അതാർക്കും, ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ല, വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ്. അതിനെ എടുത്ത് ഞാൻ കണ്ടന്റ് ആക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ഗുണവധികാരമാണ് വീഡിയോയിൽ പറഞ്ഞത്? അത് അറിഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനോടോ മറ്റത് കാണിക്കണമെന്ന്, എന്ത് കാണിക്കണമെന്ന്? ഒരാളുടെ അസുഖമോ? ഇവിടെ എനിക്ക് 2020 ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എനിക്ക് സഹതാപം എന്ന് പറയുന്ന സാധനം എനിക്ക് തോലഞ്ഞു കിട്ടിയ സാധനമാണ്, എനിക്ക് താല്പര്യമില്ലാത്ത സാധനമാണ്. ഇവിടെ ഇപ്പോൾ രേണുവിന് സഹതാപം കിട്ടും. എന്തിന്? ഞാൻ ഗതികേട് കൊണ്ട് കണ്ടന്റ് ആക്കിയത്. ആ വിഷയം ഗതികേട് കൊണ്ട് എന്നെ വലിച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പേഴ്സണലി സംസാരിച്ച സാധനം എൻ്റെ റൈറ്റ്സ് പോലും ഇല്ലാണ്ട് നിങ്ങളെടുത്ത് എക്സ്പോസ് ചെയ്തു. ഓക്കെ, ആയിക്കോട്ടെ, എക്സ്പോസ് ചെയ്തു. ആ ഒരൊറ്റ ഗതികേട് കൊണ്ട് ഞാൻ കണ്ടന്റ് ചെയ്യേണ്ടി വന്നവനാണ്. മനസ്സിലായി? എനിക്കൊരാളുടെ അസുഖം എടുത്ത് വെച്ചിട്ട് കണ്ടന്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ എന്നെ ഗതികേട് കൊണ്ട് നിങ്ങൾ വലിച്ച് അതിൻ്റെ അകത്തിട്ട്, എന്നിട്ട് ആ പെണ്ണിനെ വെച്ച് ചേർത്ത് പറഞ്ഞു അത് പോരാഞ്ഞിട്ടോ അടുത്ത്. മാനുഷ്യപ്പറ്റുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? മാനുഷ്യപ്പറ്റ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് സത്യമാണെങ്കിൽ ഞാൻ രേണുവിൻ്റെ കൂടെ നിൽക്കുന്നത്, എന്നാ നിങ്ങൾ പോയി നിൽക്കുന്നത്? ഇല്ലാത്ത സകലമാന കള്ള കേസും കൊണ്ട് അവളെ തലയിലിട്ട് കൊടുത്ത്. എന്നിട്ട് വലിയ ഗുണാധികാരം. ഞാൻ അവരാജിച്ചിട്ടുണ്ട്, ചെയ്ത് കൂട്ടിയ ഉടായ്പകളെല്ലാം ഞാൻ വലിച്ചേറി ഒട്ടിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒട്ടിക്കും. ഒരു റിഗ്രറ്റും എനിക്കതിലില്ല. പക്ഷെ ഒരു അസുഖം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ട ഒരു സാമാന്യ റെസ്പെക്റ്റ് ഉണ്ട്. മനസ്സിലായ? അതാർക്കും, ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ല. ഈ ക്യാൻസർ എന്ന് പറയുന്നത് ആ പോപ്പല്ല. മനസ്സിലായ? അത് മനസ്സിലാകും. ബോധത്തോടെ ചിന്തിക്കും സ്ത്രീയെ.
ഇരുന്ന് വിവരക്കായിട്ട് വിളിച്ച് പറയാതെ. ഇനി ഇവരെ അടിച്ചിട്ടുള്ള കുറച്ച് ഗുണവാദി കാര്യങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആ പെൺകുട്ടി പ്രതികരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി എനിക്ക് അയച്ച വോയിസ് നിങ്ങൾ കേൾക്കണം. അവളുടെ ലൈഫ് വെച്ചിട്ടാണ് ഈ പറട്ട. ഹലോ ഗൈസ്, അങ്ങനെ രേണു സുധിയുടെ ക്യാൻസർ വിഷയത്തിൽ ഇപ്പോ ഷെഫീനെയാണ് കുഴപ്പം. അയ്യോ മാമ പേരൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. മാമ വയസ്സിനൊക്കെ ഇച്ചിരി മര്യാദ കൊടുക്കണം. ഇവന് ഭയങ്കര റെസ്പെക്ടോടെ ഒന്നും വിളിക്കണ്ട. ഷെഫീന കല്ല മാമ, അതുല് മാമച്ചി പറഞ്ഞ ഞാൻ കേട്ടെ. മാമച്ചിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു തേങ്ങയും പറയണ്ട, ഉള്ള കാര്യം പറയല്ല. പുച്ഛമാ, പണ്ടേ പട്ടി പുച്ഛമാണ് എനിക്ക് നിങ്ങളടുത്ത്. കാരണം പല ഉടായ്പകളും എനിക്കറിയാം. എന്നിട്ട് മറ്റേ ഞാനന്ന് രേണു കേസ് കൊടുത്ത് അന്ന് സ്റ്റേഷനിൽ പോയ സമയത്ത് ഇടയിൽ കൂടി കയറി കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചായിരുന്നു. എന്നിട്ട് വലിയ സപ്പോർട്ടർ പോലും, സപ്പോർട്ടർ കോപ്പാണ്. കാരണം സ്റ്റേഷനിൽ ഞാൻ പോയപ്പം അന്ന് എനിക്ക് കണ്ടന്റായി, വൈറലായി, മീൻസ് എയറിലായി, എല്ലാം കൂടി ഒരുമിച്ച് കിടന്നു. അപ്പം അമ്മച്ചിക്ക് എൻ്റെ ഇടയിൽ കയറി കണ്ടന്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി മാക്സിമം അന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും ഉണ്ടായിരുന്നു, ഡാനി സത്യനുണ്ടായിരുന്നു. നമ്മൾ ഫോൺ കട്ട് ചെയ്തിട്ട് അത് തന്നെയാണ് പറഞ്ഞത്. വന്നത് കാണുന്നില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ. എൻ്റെ ഇടയിൽ കൂടി കയറി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. പിന്നെ നിങ്ങളെ ആവശ്യം കൊണ്ടല്ല ഞാൻ അവിടെ ഗീരവത്ത് എടുക്കുന്നത്. ഇച്ചു പോവാ അമ്മച്ചി വന്ന് കൊണ ഊളുപ്പ് കഷ്ടം. ഇങ്ങനെ ഒരു സാധനം പാണ. ഈ വിഷയം ഈ പെൺകുട്ടി എന്നോടും പറഞ്ഞു, അവനോടും പറഞ്ഞു. അതുവരെ ഓക്കെ. അതിനുശേഷം അവൾ എന്നോട് സംസാരിച്ചത് നിന്നോട് വന്നവൾ വീണ്ടും പറഞ്ഞെങ്കിൽ അവളെ പറഞ്ഞിട്ട് നീയാ ഈ പെങ്കൊച്ചിന് വിരട്ടിയപ്പോ നിനക്ക് നൊന്തു. നാണം ഉണ്ടാ ശ്രീ നിങ്ങൾക്ക്? പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്. അവള് നിങ്ങളോടും പറഞ്ഞു, എന്നോടും പറഞ്ഞു. ഏത്? ഈ വിഷയം. കാരണം അവള് കാണുന്ന ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ ചെയ്യുന്നതിൽ കാണുന്ന എൻ്റെ നിങ്ങളുടെ വീഡിയോ ആണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിങ്ങളടുത്ത് മാത്രം വന്ന് പറഞ്ഞത്. മനസ്സിലായ? എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓൾറെഡി അറിഞ്ഞെന്ന് പറഞ്ഞു. നിങ്ങളടുത്തും പറഞ്ഞു. ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ പരട്ട തള്ള നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് എന്നോഴും പഞ്ഞ് നിഞ്ഞോഴും പഞ്ഞ് നിഞ്ഞോഴും പഞ്ഞ് എന്നോഴും പഞ്ഞ് ഉളുപ്പുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്ക് ഒരു മകനില്ലേ, 2 മക്കളില്ലേ? അവന്മാരെ പറ്റിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കാട്ടവരാതെ പറയും. നിങ്ങൾ എൻ്റെ ഉള്ള അവിഹിതമെല്ലാം കൊണ്ടുവന്ന് പറഞ്ഞാൽ സമ്മതിക്കും. മനസ്സിലായോ? എനിക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എഴുതിയിട്ട് പറ ഇതെൻ്റെ അവിഹിതമാണ്. ഞാൻ നോക്കിയിട്ട് ഇതെൻ്റെ തന്നെ എങ്കിൽ ഞാനെന്ന് പറയും. ഇതെൻ്റെ അല്ലെങ്കിൽ അല്ലെന്ന് പറയും. അല്ല നിങ്ങളെപ്പോലെ കിടന്ന് ഉരുളുന്ന പരിപാടിയാ, ഉടായ്പ പരിപാടിയാ, കള്ളപ്പരിപാടിയൊന്നുമില്ല. ഞാൻ ആണെങ്കിൽ ആണെന്നങ്ങ് പറയും. മനസ്സിലായ തള്ളച്ചി? അല്ല നിങ്ങളൊക്കെ എന്ത് പറയാൻ? ആ വാക്കിന് അർത്ഥമില്ലാതെ ആക്കിപ്പോ. തള്ളയെന്ന് പറഞ്ഞാൽ നല്ലതാണ്, അമ്മയെന്നാണ് അർത്ഥം. വേണ്ട, അത് വേണ്ട. ഇങ്ങനെ ഒരു സാധനം ആ പെണ്ണിനെ വെച്ച് ചേർത്തുണ്ടെങ്കിൽ പറഞ്ഞു എന്നേക്കും പറഞ്ഞ് നിന്നോണ്ടും പറഞ്ഞു. ഇത്ര ഉളുപ്പില്ലാത്തൊരു സാധനം ആയപ്പോലോ സ്ത്രീയെ നിങ്ങൾ. ഇങ്ങനെ ഒരു കോലം കെട്ടി നടക്കുന്ന കോപ്പ്. അതപ്പോ ആരാ പെങ്കൊച്ച്? കൊച്ചു നാട്ടിലുണ്ട്, പക്ഷെ നാട്ടിലെ നമ്പറിൽ നിന്നല്ലേ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദുബായ് നമ്പറിൽ നിന്നാ. നിങ്ങളെപ്പോലെ ഉള്ളതിന് ദുബായ് നമ്പറിൽ നിന്ന് അയച്ചതിന് വലിയ കാര്യം. നാട്ടിലെ നമ്പറിൽ നിന്നും കൂടി അയച്ചതിന് തീർന്നു. എന്താണ് ഈ സ്ത്രീ പറയുന്നത്? ഇവർക്ക് വിവരം ബോധമൊന്നുമില്ലേ? ആ പെൺകുട്ടിക്ക് പിന്നെ പേടി കാണത്തില്ലേ? ആ പെൺകുട്ടി എനിക്ക് അയച്ചതും ദുബായ് നമ്പറിൽ നിന്നാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ മോളൊന്നുമല്ല അവള്. മനസ്സിലായേ? അവളൊരു സംഭവം അറിഞ്ഞു. അവളറിഞ്ഞത് നമ്മൾ രണ്ടുപേർത്ത് ഷെയർ ചെയ്തു. അപ്പം ഞാൻ ഓൾറെഡി അറിഞ്ഞതോ ഇവർ അതിൽ നേരത്തെ അറിഞ്ഞ ഈ സെറ്റപ്പ് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വിചാരിച്ചതൊന്നും ഗൊത്തില്ലാത്തതുകൊണ്ട് നൈസായിട്ട് എന്നെ അവളെ കൂടി ചേർത്ത് വെച്ച് പറയുന്നു. എടി നിങ്ങൾക്കും ഇല്ലേ മക്കള്? നാളെ അവന്മാരെ പറ്റിയിട്ട് വല്ല അപരാധം നീ പറഞ്ഞുണ്ടാക്കും. നിനക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ നീ അവളെ പറ്റിയിട്ട് ആരെങ്കിലും അപരാധം പറഞ്ഞു നിനക്ക് സഹിക്കുമോ? ഇങ്ങനെ ഒരു പച്ച തെറിയാണ് വായിൽ വരുന്നത് കോപ്പ്. എന്താണ് ലിങ്ക്? അതൊക്കെ നീ ജനങ്ങളോട് പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. എന്നെ ഈ കൊച്ച് കോണ്ടാക്ട് ചെയ്യുന്ന സമയം നീ ചമയം പറഞ്ഞോണ്ടിരിക്കും. എന്താണ് ലിങ്ക് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു നീ? ശരിയാ, തെറി വരണ്ട വായിൽ. സത്യം, തായും പൂവും മായും വെച്ച് വായിൽ തെറി വരുന്നു. അത്രയ്ക്ക് കലിപ്പ് വരുന്നു. കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നു. നാണം ഉണ്ടോ നിനക്ക്? നിനക്ക് ഇത്ര അപരാധം പറയാനായിട്ട്? നിന്നോട് എന്ത് തെറ്റാടി ആ പെണ്ണ് ചെയ്തത്? നീ എന്നെ വിട്. ആ പെണ്ണ് എന്ത് തെറ്റ് ചെയ്ത്? അവിടെ ലൈഫല്ലേ നീ കളയുന്നത്?
ഒരു പയ്യനുമായിട്ട് വെച്ച് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഒരു പയ്യനുമായിട്ട് വെച്ച് അവളെ കൂട്ടിച്ചേർത്ത് പറയുന്നു. അത് അവളുടെ ഐഡന്റിറ്റി ഫുള്ള് വെളിപ്പെടുത്തിക്കൊണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കാണുന്ന ആൾക്കാരൊന്ന് ആലോചിക്കുക. ഇതുപോലത്തെ കടയാടികളെടുത്ത് എന്തെങ്കിലും വിശ്വസിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഓരോ ആൾക്കാരും, ഈ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ആർക്കെങ്കിലും നിങ്ങൾക്ക് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ പോയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ചതിക്കും. അതുപോലെ ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾ ആരൊക്കെ സംസാരിച്ചാലും നിങ്ങൾ വിശ്വസിച്ച് പറയുന്ന എല്ലാ കാര്യം ഇവർ പലരോടും പറയും, റെക്കോർഡ് ചെയ്ത് വെച്ച് പലരെയും കേൾപ്പിക്കും. ഇത് ഞാൻ പറയുന്ന സത്യമാണ്. വിശ്വസിച്ച് ഒരിക്കലും ഒരു കാര്യം പറയാൻ പറ്റാത്ത ഒരു സാധനമാണ്. ദയവ് ചെയ്തിട്ട് ചാവും ഇതിൻ്റെ അടുത്ത് സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചാവുന്നതാണ് നല്ലത്. ഇതിൻ്റെ അടുത്തൊക്കെ പറയുന്നതിനേക്കാളും ദയവ് ചെയ്തിട്ട്. ഞാൻ പണ്ടേ വിട്ടതാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഞാൻ പൊട്ടിയതിൻ്റെ റീസൺ ആ പെണ്ണിൻ്റെ ലൈഫിനെ വെച്ച് കളിച്ച്, ആ പെണ്ണിനെ എന്നെ വെച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്തൊരു പെണ്ണ്, മനസ്സിലായ? ചെറ്റത്തനമല്ലേ കാണിച്ചത്, തന്തയില്ലായ്മയല്ലേ കാണിച്ചത്. അന്തസ്സുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നീയൊക്കെ നേരെ കളി. ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി ഒരു പെണ്ണിൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടല്ലേ തന്തയില്ലായ്മ കാണിക്കേണ്ടത്, കേട്ടാ. ഇത്രയും പറഞ്ഞില്ലേ ഞാൻ പിന്നെ മറ്റേ വാഴപ്പിണ്ടി വെച്ചോണ്ട് നടക്കണം നിങ്ങളെ മോനെ പോലെ ആയിപ്പോവും, കേട്ടാ. അത് സമ്മതിക്കാൻ പറ്റില്ല എനിക്ക്. പറ, തീർന്നു. മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരെന്താണ്? അവളുടെ പേര് അവള് പറയുന്നില്ല. എന്തിനാ വെറുതെ? അവളെ പേര് അവള് പറയുന്നില്ല. അവളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ അമ്മച്ചി കണ്ടില്ലേ അവളുടെ പേര്? അവളെ കണ്ണി കുരുവായിരുന്ന പേര് അവിടെ എഴുതി വെച്ചിട്ടുള്ള കണ്ടുകൂടായിരുന്ന? പ്രൊഫൈൽ അടക്കം കാണിച്ചല്ലോ. അവള് പേര് തന്നില്ലെന്ന്. ഇനി നിനക്ക് ആധാർ കാർഡും കൂടി എടുത്ത് കാണിച്ചു തരും. പോ. ഞാൻ എങ്ങനെ തരാനാ ഇത്? അവളെ പേര് പറഞ്ഞൂടെ? അവളെ പേര് അവള് പറയാനെന്താ വെച്ചാൽ അവളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കി അവളെ പേരില്ല അതിൻ്റെ അകത്ത്. എന്ത് സാധനമാണ് ഇത്? ഇതിന് ബോധം വിവരമൊന്നുമില്ലേ? ഇതിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പോയാണ് മടൽ വെട്ടിയടിക്കണം. പാവം ആ കൊച്ചു പാവേണ്ട ഞാൻ ഒന്നും പറയുന്നില്ല. അവൾക്ക് പേരില്ലേ? പേര് അവസാനിച്ചു പോയാ? അറിഞ്ഞ കാര്യം ഇത്തായെ ഒന്ന് ഇൻഫോം ചെയ്തതാ. എന്റെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഞാനല്ല. എൻ്റെ അടുത്തും പറഞ്ഞ കാര്യം, ആ കൊച്ചിൻ്റെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവളല്ല വർക്ക് ചെയ്യുന്നത്. അവൾ അറിഞ്ഞ കാര്യം എന്നോടും ഈ തള്ളച്ചീരോടും പോയി പറഞ്ഞു. അതാണ് അവൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഉള്ള കാര്യം പറയല്ലേ. കഷ്ടം. അവിടെ വർക്ക് ചെയ്യുന്നില്ല, അവളെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഉടായിപ്പോ എന്നാ ചേച്ചിയുടെ നമ്പർ ഇതാ, അത് തരൂല. അപ്പൊ ചേച്ചി അയ്യോ എൻ്റെ പൊന്നു മോളെ, നീ ആ ചേച്ചിയുടെ നമ്പറും കൂടി കൊടുത്തിരുന്നെങ്കിൽ എല്ലാം തീർന്നു തന്നെ. ഉള്ള കാര്യം പറയാം, വല്ലാത്ത അവസ്ഥ. എങ്കിൽ പിന്നെ നോക്കണ്ട. ശിവ ശിങ്കര ദുരിതപര ബോധമോടെ ഓടി പങ്കട. ഈ അവസ്ഥയായനെ. നിന്റെ നമ്പർ കൊടുത്തപ്പോഴേ ഇങ്ങനെ. ചേച്ചിയുടെ നമ്പറും കൂടി കൊടുത്തിരുന്നെങ്കിൽ ചേച്ചിയെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിട്ടേനെ. പിന്നെ ഇനി പറയാൻ പോകുന്നതാണ് വിവരമില്ലായ്മയുടെ പീക്ക് ലെവൽ. കേട്ടോ? നമ്പർ തരത്തില്ല, അനിയത്തിയുടെ പേരും പറയത്തില്ല. അനിയത്തി വിദേശത്തെ നമ്പറിനാണ് വാട്സപ്പ് അയക്കുന്നത്. ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ? ഞാൻ പറയണ്ടല്ലോ. നീ പറ ലിങ്ക്. നീ ലിങ്ക് പറഞ്ഞിട്ട് നീ ലിങ്ക് അങ്ങോട്ട് തെളിയിക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് എന്നെയും ആ പെൺകുട്ടിയും കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒരുത്തിയാണ് ഇവള് പറയുന്ന ഓരോ വിഷയങ്ങളിലും ഒരു കഴമ്പുമില്ലെന്ന് നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾക്കാർക്കെങ്കിലും ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ വഴിവിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയ, ഞാൻ ആ തെളിയിക്കുന്ന സ്പോട്ടിൽ എൻ്റെ ഫുൾ സമ്പാദ്യം 1 രൂപ പോലും ഇല്ലാതെ പോക്കറ്റ് പിച്ചയാക്കി എൻ്റെ സകലമാന സമ്പാദ്യം ഞാൻ തെളിയിക്കുന്നവന് തരും, അല്ലെങ്കിൽ തെളിയിക്കുന്നവർക്ക് തരും. മനസ്സിലായോ? ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് എനിക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെന്നോ തെളിയിക്കുന്നവർക്ക് ഞാൻ ആ സ്പോട്ടിൽ എൻ്റെ സകലമാന സമ്പാദ്യം ഞാൻ എഴുതരും. ഈ പരട്ടക്കളവി പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥയാണ്. ഇതുപോലെ തന്നെയാണ് സകല ആൾക്കാരുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുന്ന രേണുസുതി സ്വർണ്ണക്കടത്ത് ഇല്ലാത്ത പച്ച കള്ളമാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ അന്നും ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ബുദ്ധി ബോധം വിവരമൊക്കെ ഉണ്ടെന്ന്. കസ്റ്റംസിൽ ഇരിക്കണമാർ കിഴങ്ങ് പറിക്കാനല്ല ഇരിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളമാണ് പറയുന്ന, പച്ചക്കള്ള. ഓരോരുത്തരുടെ ലൈഫിൽ കയറിയിട്ട് ഇല്ലാത്ത കഥകളാണ് പറയുന്നത്. ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരാളെ മനപ്പുറം കരിവാരി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ ഇപ്പം എൻ്റെ ഈ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ കഴിയും. ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി ഓരോരുത്തരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന പരട്ട സാധനമാണ് ഇത്. കണ്ടന്റിനും പണത്തിനും വേണ്ടിയിട്ട്.
എന്തിന്? പലരിടത്തും പണം തെണ്ടി വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന കഥകൾ വരെ എനിക്കറിയാം. പലരിടത്തും പല കണ്ടന്റ് ഉണ്ടാക്കാൻ പോയിട്ട് അവിടെ നിന്നും പണം വാങ്ങുന്ന കേസുകളും എനിക്കറിയാം. അതുകൊണ്ട് മിണ്ടാതിരുന്ന നിങ്ങൾക്കും ഉള്ള. അതുകൊണ്ട് എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത് കേട്ടാ. ഷെഫീന ടാത്ത. എന്റെ ചേച്ചി എന്റെ ചേച്ചി ഉറി. ഇവരാരും പറയാതിരുന്നേ ഇതിന്റെ കുഴപ്പമാണോ? ചേച്ചിയുടെ നമ്പർ തരാമോ എന്നുള്ളത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്. എവിടാ? അനക്കയില്ല. 12:29 ഞാൻ ആ ചോദിക്കുന്നത്. അവൾ എന്നെ കൊല്ലും, അവളുടെ ജോലിയെ ബാധിക്കില്ലെന്ന്. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് ജോലിയെ ബാധിക്കുന്നത് എന്തിനാ? നിനക്ക് സാമാന്യ വിവരം ഉണ്ടാ? പിന്നെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആപ്പോ ഇൻഫർമേഷനാണ്. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് അവിടുത്തെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു റെക്കോർഡ്സും പുറത്ത് വിടാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. പിന്നെ അവളുടെ ജോലി ബാധിക്കത്തില്ല. നിങ്ങൾ എവിടത്തെ റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്നത്? സാമാന്യ ബോധമില്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ കൊണാണ്ടറല്ലേ? മറ്റേ വക്കീലുകളും മറ്റേ ജഡ്ജിമാരും ഒക്കെ കൈ വെള്ളയിലിട്ട് തുള്ളണം എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അങ്ങോട്ട് ചോദിക്കുക, എനിക്ക് ഇന്ന പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഇങ്ങോട്ടോ, ഫുള്ള് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് പറ, ഉണ്ടാക്ക്. അവിടെ ഇരിക്കണ ഒരു ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും അതൊന്നും പുറത്തു വിടാനുള്ള ഒരു റൈറ്റ്സും ഇല്ല, ഒരു പേഷ്യൻറ്റിൻ്റെയും കൺസെൻറ്റ് ഇല്ലാണ്ട്. മനസ്സിലായ? ഇതൊക്കെ മനസ്സിലാക്കണം. സാമാന്യ ബോധവും വിവരം വിദ്യാഭ്യാസം വേണം. ഈ ചുമ്മാ പറയുന്നത് വായത്താവ് അടിക്കുന്ന തള്ളൊന്നും അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സ്കൂളിൻ്റെ വരാന്ത പോലും കണ്ടിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഇമാതിരി സംസാരിക്കത്തില്ല. ഒരു ഇൻഫർമേഷൻ പാസ്സാക്കുന്നതിന് എന്ത്? എന്തോന്നാണ് അത്? വിളിച്ചോണ്ട് പോടാ ആരെങ്കിലും ഇതിനേക്ക്. പുച്ഛമാണോ ഇവർക്ക് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പുച്ഛമാണോ നിനക്ക്? അത്രയ്ക്ക് സീക്രട്ട് എയ്ഡ്സ് വല്ലതും ആണോന്ന്? കഷ്ടം, പരമ കഷ്ടം, പുച്ഛം, മനുഷ്യ പറ്റില്ലാത്ത വർഗം. ക്യാൻസർ അല്ല, അതിനിപ്പോ എന്താ? നിന്റെയൊക്കെ വീട്ടിലോ കുടുംബത്തിലോ ആർക്കെങ്കിലും വരണം, അന്നേ നീയൊക്കെ ഇതിന്റെ ആഘാതവും വിഷമവും മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇന്ന് കൊണാന്ന് അങ്ങ് അടിക്കുന്നു. ഞാൻ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, വീഡിയോയിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്ന്. കാരണം ഇത്രയും വലിയൊരു സംഭവം വന്ന് ഒരു വിഷയം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിച്ചൂടെ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. ഞാൻ ആ ചോദിച്ചതിൽ തെറ്റുണ്ടോ എന്തെങ്കിലും? ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എടുത്ത് ആക്കിയിട്ടുണ്ട്, എല്ലാം ആണ്. അവളിപ്പോഴും ഞാനൊന്നും പറയുന്നില്ല, ബാക്കി നീയോ ഡീറ്റെയിൽസ് പുറത്തു വിട്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ഇത് ഓരോ സാധനവും മിനിറ്റ് കഴിഞ്ഞിട്ടാ മറുപടി. സ്പോട്ടിലല്ല മറുപടി, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട്. സ്പോട്ടിൽ മറുപടി കിട്ടുന്നില്ല, മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറുപടി കിട്ടുന്നത്. നിന്നെപ്പോലെ വേറെ പണിയില്ലാതെ എപ്പോഴും മറ്റേ ഗുണമാക്കിക്കൊണ്ടിരിക്കുന്നതല്ല എല്ലാവരുടെയും പണി കേട്ടാ. ആരോടോ ചോദിച്ച് മനസ്സിലാക്കി എന്ത് മറുപടി കൊടുക്കണമെന്ന് ചോദിച്ച് ആ മറുപടി അവിടുന്ന് കേട്ട ശേഷം പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ 12:40 നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, 12:40 തന്നെ നമുക്ക് മെസ്സേജ് തിരിച്ചു വന്നാൽ അവരുടനെ മറുപടി കിട്ടും അർത്ഥം. നിന്നെപ്പോലെ ജോലിയും കൂലി ഇല്ലാതിരിക്കണല്ല എല്ലാവർക്കും വീട്ടിൽ വേറെ പണികളുണ്ട്. നിനക്കവിടെ വേറെ വേലയും കൂലി ഇല്ലാത്തതുകൊണ്ട് 12:40 39 റിപ്ലൈ കൊടുക്കാൻ കണക്കിന് നീ ഇരിക്കും. എല്ലാവരും അതുപോലല്ല. എൻ്റെ പൊന്നളെ, ഞാൻ ഒരു കാര്യം പറയും. ഇപ്പം ചിലപ്പോൾ പറയും വയസ്സിന് മൂത്തല്ലേ റെസ്പെക്ട് കൊടുക്കുക. ഇതിനൊക്കെ എന്തിനാണ് റെസ്പെക്ട് കൊടുക്കുന്നത്? ഒരു കൊച്ചിനടക്കം പച്ച അവരാതെ പറഞ്ഞ് ഇതിനെയൊക്കെ എന്തിനാണ് റെസ്പെക്ട് കൊടുക്കേണ്ടത്? ഇവിടെ പീഡിപ്പിക്കുന്നവന്മാരെ കൊലപാതകം ചെയ്യുന്നവരെ ഏത് കണ്ണി കാണണം, അതേ കണ്ണിൽ കാണാനേ എനിക്ക് പറ്റുന്നുള്ളൂ. പച്ച തെറിയെ ഞാൻ വിളിക്കത്തുള്ളൂ. അത് കവിഞ്ഞ് എനിക്ക് ഇതിനൊന്നും വിളിക്കാനില്ല. അതുകൊണ്ട് ഒരുമാതിരി മറ്റേ ഈ പ്രായത്തിന് മൂത്താണ് കൊണയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കമന്റ് ഇവിടെ കാണാനില്ല. എൻ്റെ കുരു കൊട്ടാണെങ്കിൽ എൻ്റെ വായിരിക്കണമല്ലോ കേൾക്ക്. 41 അത് വരുന്നെങ്കിൽ 100% ഉറപ്പിക്കാം. ആരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പയ്യാം. ഞാൻ ഓൺലൈനിലാണെന്ന് ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ തന്നെ എടുത്തു വെച്ചത്. ഇത് പണിയാൻ തന്നെ കൊണ്ടുവന്നെന്ന് എനിക്ക് നല്ല ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. പിന്നെ പണിയാൻ തന്നെ? നീ ആര് പണിയേ? താത്തേ, തെറിത്താത്തേ ഓൾഡ് നെയിമാണ്. വിളിക്കുമ്പോൾ ചിലപ്പോൾ സങ്കടം ഉണ്ടാകും. ഓക്കെ, പണിയാൻ കൊണ്ടുവന്നതെന്നല്ലേ പറയുന്ന. നാളെ ഇതിന് സത്യാവസ്ഥ നീ അറിയുമല്ലോ, അപ്പോഴും നീ ഇത് തന്നെ പറയണം കേട്ടോ. അപ്പോഴും നീ ഇത് തന്നെ പറയണം, വേറെ ഒന്നും പറയരുത്. പണിയാൻ വേണ്ടി വന്നതാണെന്ന് തന്നെ പറയണം. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ ഒന്നും വിശ്വസിച്ച് ഒരു തേങ്ങയും പറയാൻ ഒരു മനുഷ്യൻ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ലൈഫ് സ്പോയിലായി എന്നങ്ങ് കൂട്ടിയാൽ മതി. ഇനി ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇതിനുശേഷം ഇവരെ ഈ ഒരു വിഷയം കാരണം ആ പെൺകുട്ടി സഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ള അവസ്ഥ. ആ പെൺകുട്ടി എനിക്ക് അയച്ച വോയിസാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും ഈ ഒരു തൂക്കുകെട്ടയിൽ കാണാൻ തുടങ്ങി അവസ്ഥ. ഈ ഒരൊറ്റ സ്ത്രീയാണ് എന്നെ വിശ്വസിച്ചിട്ട്. എത്രയോ സ്ത്രീകൾ, എത്രയോ പയ്യന്മാർ, എത്രയോ വയസ്സായവരൊക്കെ എന്നെ വിശ്വസിച്ച് പല കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിലെ
പല ഇൻസിഡൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു കാര്യം അങ്ങനെ ഷെയർ ചെയ്യാറില്ല. അതാണ് നമ്മുടെ ക്വാളിറ്റി. ഞാനത് എൻ്റെ ഒരു ബിഗ് ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലെ മൊത്തം നാട്ടുകാരെ വിളിച്ച് കാണിച്ച് അവരാഴ്ച നടക്കുന്ന ടീമൊന്നുമില്ല. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞ വോയിസ് കേട്ട് നോക്കാം. ചേട്ടാ, ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചേട്ടന് മെസ്സേജ് ഇടുക. സഫീനാത്തയുടെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചേട്ടൻ ഒന്ന് കയറിയിട്ട് നോക്കുവോ? കാരണം എന്നെയും ചേട്ടനെയും തമ്മിൽ വളരെ മോശമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സഫീനാത്ത ഒന്ന് കയറി നോക്കുവോ? ചേട്ടൻ ഇട്ടുകൊണ്ട് തന്നെ ഒരു മെസ്സേജാണ് ഞാൻ സഫീനാത്താക്ക് ഇട്ടത്. പക്ഷെ അതിനുശേഷം ആ ഇട്ട് തന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യാണ്. എനിക്ക് 15 മിനിറ്റ് തരുന്നു, അതിനിപ്പുറം ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ എന്നെ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നു, എന്റെ പേരില് വീഡിയോ ഇറക്കുമെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ അയത്താർക്ക് പറഞ്ഞു, ഞാൻ ഇത്ര ചെയ്തുള്ളൂ, എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഞാൻ അതിലൊന്നും അയത്താർക്ക് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അയത്ത എന്നെ വളരെ മോശമാക്കി, എന്നെ ഏതൊക്കെയോ ഏജന്റുകളാക്കുന്നു, എന്തൊക്കെയോ എന്നെ ആക്കി തീർക്കുന്നു. അതൊക്കെ ഞാൻ അതെല്ലാം സഹിക്കാം. പക്ഷെ ചേട്ടനെ ചേർത്തുകൂടി എന്നെ ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു ലൈഫ് ഉണ്ട്, എനിക്കൊരു ഭാവി ഉണ്ടെന്ന് അവർ മറന്നു പോകുന്നുണ്ട്. അവര് ഒരു സ്ത്രീയല്ലേ. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരു വിശ്വാസത്തിന്റെ പേരിലല്ലേ ചേട്ടനായാലും സഫീനായിട്ടായിരിക്കും ഞാൻ മെസ്സേജ് ഇടുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ എന്തേലും ഒരു മോശം പറഞ്ഞിട്ട് അവരെന്നെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ട ഓക്കെ, ഞാൻ ആ ചാറ്റ് എല്ലാം വേണമെങ്കിൽ ചേട്ടൻ ഷെയർ ചെയ്ത് തരാം. ഞാൻ ഒന്നുപോലും ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് തന്നെ പാരയാവുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ വേണ്ടി ഇപ്പൊ ആദ്യമായിട്ടാണ്. ചേട്ടൻ ഒന്ന് കയറി നോക്കുക. അത് എന്നെ ചേട്ടനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഒന്ന് കയറി അത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കേട്ടല്ലോ, ആ പെൺകുട്ടിക്ക് ലൈഫില്ലേ? ഇതൊക്കെ എവിടെ നിന്നാടാ വരണം? കുറ്റിയും പറിച്ചുകൊണ്ട് വിവരം ബോധം പൊക്കണമില്ലാത്ത സാധനങ്ങൾ. കഷ്ടം. ആ പെൺകുട്ടി എനിക്ക് അയച്ച വോയിസാണ്. ഞാൻ ചോദിച്ചു, മോളെ ഞാനിതൊന്ന് വീഡിയോ ചെയ്യുകയാണ്, ഞാനതിൽ കണ്ടന്റ് ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല മോളെ, നീ പേടിക്കാണ്ടിരിക്കും, ഞാൻ എടുത്ത് കണ്ടന്റ് ആക്കിയത്. അല്ലാത്ത അവസ്ഥ. ഓരോരുത്തരുടെ ലൈഫിൽ കയറി ഇങ്ങനെ കളിച്ച് കുളന്നോണം. നിങ്ങൾക്ക് നാണമല്ലേ സ്ത്രീ? അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയെക്കുറിച്ചൊന്ന് ആലോചിച്ചൂടെ? അവരുടെ ഐഡൻറ്റിറ്റി, ഫോൺ നമ്പർ എല്ലാം എടുത്ത് ഫോട്ടോ അടക്കം കാണിച്ചിട്ട് എന്നെ വെച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. കഷ്ടം. ഇങ്ങനെ ഒരു വൃത്തികെട്ട ജന്മം. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഒലിവിയുടെ കേസ് വരുമ്പോൾ വലിയ വായ്ത്താളം അടിക്കുന്നുണ്ടല്ലോ. സ്ത്രീയെ ഞാൻ അന്ന് ആ പ്രശ്നം സംസാരിച്ച് ഡീൽ ചെയ്ത് പിള്ളേർക്ക് ഫോണും പൈസയും കൊടുക്കാമെന്ന് സിബിയും അച്ചും അന്ന് സമ്മതിച്ച് എല്ലാം സെറ്റാക്കി ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നു. എൻ്റെ കൂടെ വിവിയുണ്ട്, ഞാനുണ്ട്, വേറെ ആരാ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടിയാണ് പോയത്. പോയി എല്ലാം അവിടെ ഡീൽ ചെയ്ത് സംസാരിച്ച് അവസാനം നിങ്ങൾ ഒരൊറ്റ സ്ത്രീ കാരണം, അയ്യോ അതൊന്നും വേണ്ട, അവർ മറ്റേതാണ് മാടാനോ കോടാനോ, നമുക്ക് നിയമപരമായിട്ട് പോവാം. എന്നാ നീതി ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ? ഇന്ന് അവരെ പിള്ളേർക്ക് കിട്ടാനുള്ള പൈസ ഫോൺ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കിട്ടിയിട്ടില്ല. അന്ന് എൻ്റെ കൂടെ വിവി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വിവി പറയട്ടെ ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ, വിവി പറയട്ടെ ഞാൻ പറയുന്ന കള്ളമാണ്, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് സംസാരിച്ച് ആ ഡീൽ അവിടെ സെറ്റ് ചെയ്തായിരുന്നു. അതായത് പിള്ളേർക്കുള്ള ഫോണും പൈസയും തിരിച്ചു കൊടുത്ത് എൻ്റെ പ്രസൻസോട് നിന്ന് കൊടുത്ത് എല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സംസാരിച്ചത്. പക്ഷെ അതും നിങ്ങളെടുത്ത് വളച്ചൊടിച്ചടിച്ച്. ഇല്ലെങ്കിൽ അത് വിവി പറയട്ടെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറയുന്ന കള്ളമാണെന്ന്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ പൊന്നു സ്ത്രീയെ സൂക്ഷിക്കാം. അതപ്പതാനം നിങ്ങൾക്കും ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സാധനം അറ്റ്ലീസ്റ്റ് വേറെ ഒന്നും വേണ്ട. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കൊടുത്തിട്ടുള്ള ജസ്റ്റ് ഒരു വോയിസ് കേട്ടാൽ മതി. അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കിനി ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ വരുന്നില്ല. ഇനി അവിടെ കിടന്ന് എന്നാ തേങ്ങ കുറച്ചാലും ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. തകർക്കരുത്. ഞാൻ ഇതോടെ നിർത്തുകയാണ് ഈ വൃത്തികെട്ട സാധനത്തിനെ പറ്റിയിട്ടുള്ള സംസാരം. എൻ്റെ ചാനലിൽ ഈ വൃത്തികെട്ട സാധനത്തിനെ പറ്റി സംസാരിച്ച് ഇനി ലൂപ്പ് ഉണ്ടാക്കിയിടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.